പറയാൻ പോകുന്നത് പ്രഗ്നൻസി സമയത്ത് വേണ്ടുന്ന ആഹാര ക്രമീകരണത്തെക്കുറിച്ചാണ്. പ്രഗ്നൻസി എന്ന് പറയുമ്പോൾ ധാരാളം ശാരീരികവും മാനസികവുമായ ഒരുപാട് വ്യത്യാസങ്ങൾ നമ്മുടെ ശരീരത്തുണ്ടാകുന്ന സമയമാണ്. അഡോളസൻ്റ് ഏജ് തൊട്ട് തന്നെ കുട്ടികൾ തീർച്ചയായിട്ടും ഒരു പോഷകാഹാരം ഉള്ള ആഹാരം കഴിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇന്ന് നമ്മൾ കാണുന്ന പലരും തന്നെത്താൻ ഡയറ്റിങ് ചെയ്ത് സ്ലിം ബ്യൂട്ടി ആവാനൊക്കെ ഒത്തിരി ഡയറ്റിങ് ചെയ്തിട്ട് അവർക്ക് ശരീരത്തിൽ വേണ്ടുന്ന പല ന്യൂട്രിയൻസും ഡെഫിഷ്യൻ്റ് ആയിട്ടായിരിക്കും അവർ ഒരു പക്ഷേ പ്രഗ്നൻ്റ് ആവുന്നത്. അത് തന്നെ കുട്ടിയുടെ വളർച്ചയെയും അത് അമ്മയെയും ഒക്കെ വളരെയധികം ബാധിക്കുകയും അത് ലോ വെയിറ്റ് ഉള്ള കുട്ടി ജനിക്കാനൊക്കെ സാധ്യത വളരെ അധികമാണ്. നമ്മുടെ രാജ്യത്ത് ഒരു പക്ഷേ ഒരു ന്യൂട്രീഷനിസ്റ്റിനെ കാണുകയോ അല്ലെങ്കിൽ ഡയറ്റ് പ്ലാൻ ചെയ്യുകയോ ഒന്നും നമ്മൾ ചെയ്യുന്നില്ല. എന്നാൽ മറ്റുള്ള രാജ്യങ്ങളിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ അവർ പ്രഗ്നൻ്റ് ആവുന്നതിന് ഒരു 3 മാസം മുന്നേ തന്നെ ആവശ്യത്തിനുള്ള എല്ലാ ന്യൂട്രിയൻസും അടങ്ങിയ ഭക്ഷണം കഴിക്കുകയും സപ്ലിമെൻറ്റ്സ് കഴിക്കുകയും ഒക്കെ ചെയ്തതിന് ശേഷമായിരിക്കും പ്രഗ്നൻ്റ് ആകുന്നത്. എന്നാൽ നമ്മൾ ഫോളിക് ആസിഡ് കഴിക്കാൻ തുടങ്ങുന്നത് തന്നെ നമ്മൾ പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞതിന് ശേഷമാണ്. എന്നാൽ പ്രഗ്നൻസിയുടെ ആദ്യത്തെ ഒരു 2 ആഴ്ചയിലുള്ളിൽ തന്നെ കുട്ടിയുടെ എല്ലാ വളർച്ചയും, അതായത് ന്യൂറൽ ട്യൂബ് ഡിഫക്റ്റൊക്കെ ഉണ്ടാകുന്നത് ഫോളിക് ആസിഡിൻ്റെ ഡെഫിഷ്യൻസി കൊണ്ടാണ്. അത് തുടങ്ങുന്നതിൻ്റെ ആ 2 ആഴ്ചയിൽ തന്നെ ഇതൊക്കെ ഫോം ചെയ്ത് കഴിഞ്ഞിരിക്കും. അപ്പോൾ ആഹാരത്തിൽ എല്ലാ പോഷകങ്ങളും, നമ്മൾ ബാലൻസ് ഡയറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള എല്ലാ പോഷകങ്ങളും സാധാരണ ഒരു സ്ത്രീക്ക് വേണ്ടുന്നതിനേക്കാൾ വളരെ അധികം ആവശ്യമാണ് പ്രഗ്നൻസി സമയത്ത്. അതുപോലെ തന്നെ നമ്മൾ സാധാരണ കാണുന്ന ഒരു പ്രശ്നമാണ് വോമിറ്റിംഗ് ആൻഡ് നോസിയ. അത് മനം പുരട്ടി വരിക, അങ്ങനെ ചെറിയ അളവിലുള്ള ഈ പ്രശ്നങ്ങൾ അത് മാനസികമായ സ്ട്രെസ് ലെവൽ കൂടുന്നത് കൊണ്ടും ഉണ്ടാകാം. അത് നമുക്ക് ആഹാരത്തിലൂടെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ, രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമ്മൾ ബ്രഷ് ചെയ്യുന്നതിന് മുന്നേ തന്നെ എന്തെങ്കിലും കുറച്ച് സോളിഡ് ആയിട്ടുള്ള സാധനങ്ങൾ, ഒരു ഹൈ കാർബോഹൈഡ്രേറ്റ് ലൈക്ക് ക്രാക്കേഴ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ബിസ്ക്കറ്റ്സോ റസ്ക് അങ്ങനെ എന്തെങ്കിലും കഴിച്ചതിന് ശേഷം ബ്രഷ് ചെയ്യുന്നതായിരിക്കും അവർക്കത് പ്രിവെൻറ്റ്. ചിലപ്പം ബ്രഷിങ് ചെയ്യുന്ന ഉടനെ തന്നെ വോമിറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് ഇത് വളരെ നല്ലതായി കാണുന്നുണ്ട്. അതുപോലെ നമുക്ക് ഇടവിട്ട് ഭക്ഷണങ്ങളിപ്പം ഒരു 3 നേരം ഹെവി ആയിട്ട് കഴിക്കുന്നതിനേക്കാൾ ചെറിയ മീൽസ്, സ്മോൾ മീൽസ് അറ്റ് റെഗുലർ ഇൻ്റർവെൽസ് അങ്ങനെ കഴിക്കുമ്പം കൂടുതൽ ദഹിക്കാനും അതുപോലെ തന്നെ അവർക്ക് അത് കുറച്ചും കൂടി നല്ലതായിരിക്കും. വോമിറ്റിംഗ് ഉണ്ടാകാതിരിക്കാനും ഡൈജസ്റ്റീവ് പ്രോബ്ലംസ് ഒക്കെ കുറയ്ക്കാൻ അത് സഹായിക്കും. പിന്നീട് കാണുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കോൺസ്റ്റിപ്പേഷനാണ്. അത് 2nd and 3rd ട്രൈമസ്റ്ററിലാണ് കൂടുതലായിട്ടും കാണപ്പെടുന്നത്. അതിൻ്റെ ഒരു കാരണം ആഹാരത്തിലുള്ള, ഇപ്പം നമ്മൾ പ്ലെയിൻ കാർബോഹൈഡ്രേറ്റ്, ബ്രെഡ്, മൈദ പ്രോഡക്ട്സ് അങ്ങനെയൊക്കെ ഉള്ളത് കഴിക്കുക, ഫൈബർ കുറഞ്ഞിരിക്കുക, വെള്ളത്തിൻ്റെ അളവ് കുറയുക, അതുപോലെ ബി കോംപ്ലക്സ് വൈറ്റമിൻ B1 തയാമിൻ്റെ അളവ് കുറയുക. ഇതൊക്കെ കൊണ്ട് കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാകാം. അതുപോലെ തന്നെ മാനസികമായ സ്ട്രെസ് ലെവൽ ഉള്ളവർക്കും കോൺസ്റ്റിപ്പേഷൻ്റെ അളവ് കൂടുതലായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആഹാരത്തിൽ പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ ഉള്ള ആഹാരത്തിൽ ഫൈബർ കണ്ടൻറ്റ് നന്നായിട്ട് ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് ഇൻക്ലൂഡ് ചെയ്യുക. അതുപോലെ നന്നായിട്ട് 2-2.5 ലിറ്ററോളം വെള്ളം കുടിക്കുക. ബി കോംപ്ലക്സ് വൈറ്റമിൻ ധാരാളം അടങ്ങിയ ആഹാരം കഴിക്കുക. മിൽക്ക് ആൻഡ് മിൽക്ക് പ്രോഡക്ട്സ് ഇതൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു പരിധി വരെ അത് തടയാൻ സഹായിക്കും. വേറെ ഒരു പ്രശ്നം നമുക്ക് ടോക്സീമിയ എന്ന് പറയുന്നത് നീര്, കാലിലൊക്കെ നീര് വരും. അതുപോലെ ഹൈപ്പർ ടെൻഷൻ കൂടും. പല കാരണങ്ങൾ കൊണ്ട് ടോക്സീമിയ ഉണ്ടാകാം. നമ്മുടെ ശരീരത്തിൽ ആവശ്യത്തിനുള്ള ന്യൂട്രിയൻസിൻ്റെ അളവ് ഇല്ല. പ്രഗ്നൻ്റ് ആകുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ അത് കുറവാണെങ്കിൽ ടോക്സീമിയ ഉണ്ടാകാനുള്ള സാധ്യത വളരെ അധികമാണ്. പിന്നെ വേറെ ഒരു പ്രശ്നം പ്രഗ്നൻസി സമയത്തുള്ള ഡയബറ്റിസ്. ഈ അടുത്ത സമയത്ത് ഞാനൊരു പേഷ്യൻറ്റിനെ കാണാനിടയായത് പ്രഗ്നൻ്റ് ആണ് അല്ലെങ്കിൽ ഡയബറ്റിക് ആണെന്ന് കരുതിയിട്ട് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് ഒന്നും കഴിക്കാൻ പറ്റാതെ അല്ലെങ്കിൽ അതിനാഗ്രഹിക്കുന്ന ഒരാഹാരവും കഴിക്കാൻ പറ്റാതെ ഉള്ള ഒരു കുട്ടിയെ ഞാൻ അടുത്ത സമയത്ത് കാണാനിടയായി. ശരിക്കും പറഞ്ഞാൽ പ്രഗ്നൻസി സമയത്ത് അവർക്ക് ആഗ്രഹമുള്ള എല്ലാ ആഹാരവും കഴിക്കണം. ഇപ്പോൾ പ്ലെയിൻ ഷുഗർ അവോയ്ഡ് ചെയ്യുക, അല്ലെങ്കിൽ അങ്ങനെ കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ഷുഗർ അല്ലെങ്കിൽ പാക്കറ്റ് ഫുഡ്സ് അതൊക്കെ അവോയ്ഡ് ചെയ്യുക. നാച്ചുറലായിട്ടുള്ള ഷുഗർ അല്ലെങ്കിൽ അങ്ങനത്തെ ഫ്രൂട്ട്സ് അല്ലെങ്കിൽ വെജിറ്റബിൾസ് ഇതൊക്കെ അവർക്ക് കഴിക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ ആ സമയത്ത് കൂടുതലും നമ്മൾ ഒരു ന്യൂട്രീഷനിസ്റ്റ് നോക്കുന്നത് ആ വ്യക്തിക്ക് വേണ്ടുന്ന പോഷകങ്ങൾ കിട്ടുന്നുണ്ടോ എന്നുള്ളതാണ്. ഇപ്പോൾ ഇൻസുലിൻ എടുക്കുകയാണെങ്കിൽ കൂടിയും അതായിരിക്കും
പോഷകങ്ങൾ, അതിനാവശ്യമുള്ള പോഷകങ്ങൾ ലഭിക്കുക കുട്ടിയുടെയും അമ്മയുടെയും വളർച്ചയ്ക്ക് വളരെ അത്യാവശ്യമാണ്. പിന്നെ ഫാറ്റ് അധികം ഫാറ്റ് നമുക്ക് ആവശ്യമില്ല. ഒരു 30 ഗ്രാം ഓഫ് ഫാറ്റ് നമ്മൾ ഡെയിലി വേണ്ടുന്ന, ഒരു നോർമൽ വിമന് വേണ്ടുന്ന ഫാറ്റിനേക്കാളും വളരെ എക്സസ് ഫാറ്റ് എന്ന് വെച്ചാൽ ഫ്രൈഡ് ഐറ്റം അല്ലെങ്കിൽ അങ്ങനെ പിക്കിള്, ഒത്തിരി പപ്പഡ്സ് ഒക്കെ എക്സ്ട്രാ ആയിട്ട് കഴിക്കുന്നത് ഒഴിവാക്കുക. അതുപോലെ സോൾട്ട് അധികം അടങ്ങിയുള്ള ഭക്ഷണം, അതും ടോക്സീമിയയ്ക്ക് കാരണമാകാം. അപ്പോൾ അങ്ങനെ ഒത്തിരി ഫാറ്റിൻ്റെ ആവശ്യമില്ല. പിന്നെ നമുക്ക് ഈ പ്രഗ്നൻസി ടൈമിലുള്ള ഫാറ്റ് തന്നെ അത് ബ്രസ്റ്റ് ഫീഡിങ്ങിന് വേണ്ടിയിട്ടാണ് ആ ഫാറ്റ് സ്റ്റോർ ചെയ്യുന്നത്. അപ്പം നമ്മൾ 2 ഇയർ കൊണ്ട് നമ്മുടെ ബോഡിയിലുള്ള ഫാറ്റ് ഫീഡിങ്ങിലൂടെ നമുക്ക് ആവശ്യത്തിനുള്ള വെയിറ്റ് കുറയാൻ ഇത് സഹായിക്കുന്നതാണ്. പിന്നെ വേണ്ടുന്നത് പ്രോട്ടീൻ. നോർമൽ നമുക്ക് വേണ്ടുന്ന, ഒരു സ്ത്രീക്ക് വേണ്ടുന്നതിനേക്കാളും ഏകദേശം 17-18 ഗ്രാമോളം പ്രോട്ടീൻ പ്രഗ്നൻസി പീരീഡിൽ അത്യാവശ്യമാണ്. അപ്പം വെജിറ്റേറിയൻസ് ആണെങ്കിൽ പയർ, മുളപ്പിച്ച പയർ, അതുപോലെ പാലിൻ്റെ ഒക്കെ ഉപയോഗം കൂടുതലാക്കുക. നോൺ വെജിറ്റേറിയൻസ് ആണെങ്കിൽ ധാരാളം മുട്ടയും, മുട്ടയുടെ മഞ്ഞ നമുക്ക് ഡെയിലി ഒരെണ്ണം കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, അധികം ആവശ്യമില്ല. അതുപോലെ തന്നെ ഫിഷ്, ഇങ്ങനത്തെ സാധനങ്ങൾക്ക് കൂടുതൽ ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ വൈറ്റമിൻ ഡി ഈ പീരീഡിൽ, ഇപ്പം നമ്മുടെ നാട്ടിലുമൊക്കെ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി വളരെ അധികമായിട്ട് കാണുന്നുണ്ട്. അതുകൊണ്ട് സൂര്യപ്രകാശം ഒരു 30 മിനിറ്റ് ഉള്ള വെയിലിൽ നിൽക്കുന്നത് നമുക്ക് വൈറ്റമിൻ ഡി, അതൊരു സൺഷൈൻ വൈറ്റമിനാണ്, സൂര്യപ്രകാശത്തിൽ നിന്ന് ഇത് ലഭിക്കുന്നതാണ്. ഇത്രയൊക്കെ കാര്യങ്ങളാണ് പ്രഗ്നൻസി സമയത്ത് സ്ത്രീകൾ